ആയാൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ദേശീയ പതാക. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാകയാണ്. ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം 1947 ജൂലൈ 22. ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യയുടെ ജന്മസ്ഥലം ആന്ധ്രാപ്രദേശ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ദേശീയ പതാകയിൽ തിരശ്ചീനമായി 3 നിറങ്ങൾ അടങ്ങിയിരിക്കുന്നു. മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. ദേശീയ പതാകയുടെ വെള്ള നിറത്തിന് നടുവിലായി അശോക ചക്രം ആലേഖനം ചെയ്തിരിക്കുന്നു. ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായി നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. കുങ്കുമ നിറം ധീരത, ത്യാഗം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു. വെള്ള നിറം സത്യസന്ധതയെയും സമാധാനത്തെയും, അതുപോലെ പച്ച നിറം സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയും പ്രതിനിധാനം ചെയ്യുന്നു. ദേശീയ പതാകയുടെ വെള്ള നിറത്തിനു നടുവിലായി ആലേഖനം ചെയ്തിരിക്കുന്ന അശോക ചക്രത്തിന്റെ നിറം നാവിക നീല. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24. അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ദേശീയ പതാക നിർമ്മാണത്തിന് ഖാദിയോ കൈത്തറി തുണിയോ മാത്രമേ ഉപയോഗിക്കാവൂ. എന്നാൽ 2021 ഡിസംബർ 30 ഇന്ത്യൻ പതാക നിയമത്തിൽ വരുത്തിയ ഭേദഗതി പ്രകാരം മെഷീൻ നിർമ്മിത പോളിസ്റ്റർ പതാകകൾ ഉപയോഗിക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല കർണാടകയിലെ ഹൂഗ്ലിയിലുള്ള കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ്. കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം സ്ഥാപിതമായ വർഷം 1957 നവംബർ 1. ഇന്ത്യൻ പതാക നിയമം. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26 ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം സൃഷ്ടിക്കാൻ തയ്യാറാക്കപ്പെട്ട നിയമാവലിയാണ് ഇന്ത്യൻ പതാക നിയമം. PD ഷേണായിയാണ് പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ. ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 1907 ബെർലിൻ കമ്മിറ്റിയിൽ ഇന്ത്യയുടെ പതാക അന്തർദേശീയ തലത്തിൽ ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമയെ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നു. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ച വർഷം 1931. മുകളിൽ നിന്ന് കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളും മധ്യത്തിലായി ചർക്കയും അടങ്ങിയതായിരുന്നു ത്രിവർണ പതാക. 1931 മുതൽ 1947 വരെ ത്രിവർണ പതാകയുടെ മധ്യത്തിൽ ചർക്കയാണ് ആലേഖനം ചെയ്തിരുന്നത്. 1947 ജൂലൈ 22 മുതൽ ത്രിവർണ പതാകയ്ക്ക് രൂപമാറ്റം വരുത്തി ചർക്കയ്ക്ക് പകരമായിട്ട് അശോക ചക്രം ആലേഖനം ചെയ്തു. ദേശീയ ഗാനം. ജനഗണമനയെ ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷം 1950 ജനുവരി 24 ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. എന്നാൽ അതിന്റെ സംക്ഷിപ്ത രൂപം ആലപിക്കാൻ വേണ്ട സമയം 20 സെക്കൻഡാണ്. ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളിയാണ്. ആദ്യമായി ആലപിക്കപ്പെട്ടത് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അത് 1911 ഡിസംബർ 27 സരളാദേവി ചൗധറാണിയാണ് ആദ്യമായി ദേശീയ ഗാനം ആലപിച്ചത്. ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂറാണ് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത്. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ്. ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിന്റെ പദ്യം ഭാരത് ഭാഗ്യ വിധാത. ഭാരത് ഭാഗ്യ വിധാത പ്രസിദ്ധീകരിച്ച ആദ്യ പത്രമാണ് തത്വബോധിനി പത്രിക. ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹമാണ് ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്.
അതുപോലെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല രചിച്ചതും രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയ ഗീതം. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24-നാണ്. ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും ഭരണഘടന അംഗീകരിച്ച വർഷം 1950 ജനുവരി 24-നാണ്. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. സന്യാസി കലാപത്തെ ആസ്പദമാക്കിയാണ് ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് 1896-ലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യാണ്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരവിന്ദ ഘോഷാണ്. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. അത് രവീന്ദ്രനാഥാണ് രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ദേശീയ മുദ്ര. സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവ. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ സിംഹം, കാള, കുതിര, ആന. അതായത് 5 സിംഹങ്ങൾ, 1 കാള, 1 കുതിര, 1 ആന. അങ്ങനെ ആകെ 8 മൃഗങ്ങളാണ്. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ. ഈ സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. ദേശീയ പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്നതാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ. ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കട സുബ്ബറാവു. ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ തെലുങ്കാണ്. 1965 ജനുവരി 26 മുതലാണ് ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളും ചൊല്ലിത്തുടങ്ങിയത്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് ശകവർഷത്തെയാണ്. ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ചത് 1957 മാർച്ച് 22-നാണ്. ഇംഗ്ലീഷ് കലണ്ടറിൽ ശകവർഷം ആരംഭിക്കുന്നത് മാർച്ച് 21-നാണ്. കനിഷ്കനാണ് ശകവർഷം ആരംഭിച്ചത്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം, ശകവർഷത്തിലെ അവസാന മാസം ഫാൽഗുണം. കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു മേഘനാഥ് സിൻഹ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. ചില PSC ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഓപ്ഷനിൽ അരയാലെന്നും തരും. എന്നാൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്ന ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പേരാലാണ്. പേരാലിനെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിച്ചത് 1950-നാണ്. പേരാലിന്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ് എന്നാണ്. ദേശീയ മൃഗം. ദേശീയ മൃഗം കടുവയാണ്. റോയൽ ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷം 1972. 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് സിംഹമാണ്. കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തേറ ടൈഗ്രിസ്. പ്രോജക്ട് ടൈഗർ ആരംഭിച്ച വർഷം 1973. മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് 1963. മയിലിന്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ്. ദേശീയ പുഷ്പം. ദേശീയ പുഷ്പം താമരയാണ്. ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം നിലംബോ ന്യൂസിഫെറ. ഇന്ത്യയെ കൂടാതെ താമര ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യങ്ങൾ വിയറ്റ്നാമും ഈജിപ്തുമാണ്. നെക്സ്റ്റ്, ദേശീയ ഫലം. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ്. മാങ്ങയുടെ ശാസ്ത്രീയ നാമം മാഞ്ചിഫെറ ഇൻഡിക്കയാണ്. ഇന്ത്യയെ കൂടാതെ മാങ്ങ ദേശീയ ഫലമായിട്ടുള്ള രാജ്യങ്ങൾ
പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബറിലാണ്. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ പ്രസിദ്ധമായ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്. ഗംഗാനദി ഉത്ഭവിക്കുമ്പോൾ അറിയപ്പെടുന്ന പേര് ഭഗീരഥി എന്നാണ്. ദേവപ്രയാഗിൽ വെച്ചാണ് ഭഗീരഥിയും അളകാനന്ദയും സംഗമിച്ച ശേഷം ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബറിലാണ്. ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമം പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്ക എന്നാണ്. ദേശീയ പൈതൃക ജീവി. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആനയാണ്. ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ച വർഷം 2010 ഒക്ടോബറിലാണ്. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്ക എന്നാണ്. ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളം, കർണാടക, ജാർഖണ്ഡ്. ദേശീയ കായിക വിനോദം. നിലവിൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ രേഖകൾ പ്രകാരം ഇന്ത്യക്ക് ഒരു ദേശീയ കായിക വിനോദമില്ല. എന്നാലും ഒളിമ്പിക്സ് മത്സരങ്ങളിലെ നേട്ടങ്ങൾ കാരണം ഹോക്കിയെ ദേശീയ കായിക വിനോദമായി പൊതുവെ പറയപ്പെടുന്നു. ഇതുവരെ നമ്മൾ നോക്കിയത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളാണ്. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാകയാണ്. ദേശീയ ചിഹ്നം സിംഹമുദ്രയാണ്. ദേശീയ ഗാനം ജനഗണമനയാണ്. ദേശീയ ഗീതം വന്ദേ മാതരം. ദേശീയ പ്രതിജ്ഞ ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്നതാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ. ദേശീയ കലണ്ടറായി അംഗീകരിച്ചിരിക്കുന്നത് ശകവർഷ കലണ്ടറാണ്. ദേശീയ വൃക്ഷം പേരാലാണ്. ദേശീയ മൃഗം കടുവ. ദേശീയ പുഷ്പം താമര. ദേശീയ ഫലം മാങ്ങ. ദേശീയ നദി ഗംഗ. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ദേശീയ പൈതൃക ജീവി ആന. ദേശീയ നൃത്തരൂപമായി പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത് ഭരതനാട്യത്തെയാണ്. ദേശീയ കായിക വിനോദമായി പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത് ഹോക്കിയെയാണ്. ഇന്ത്യക്ക് ഒരു ദേശീയ ഭാഷയില്ല. എന്നാൽ ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായിട്ട് ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നു. ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ച വർഷം 1949 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് 343. പുതിയൊരു ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ആൾ.